ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനൽസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചാനൽസ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഫ്രം ബിഗിനിങ് ടു എൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ലെക്സ് ചാറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ ഓൾറെഡി ഒരു ഇത് വന്നപ്പോൾ അതിലെ ആൾ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരും ലൈവിൽ മൈൻഡ് ചെയ്തില്ല എന്നുള്ള കാര്യം നല്ല വ്യക്തമായിട്ട് തന്നെ ആ ബ്രോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വന്നിരിക്കുന്ന വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഷാനവാസിക്ക കഴിഞ്ഞ ദിവസം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ ഞാൻ ഫ്രം ബിഗിനിങ് തൊട്ട് എൻഡ് വരെ കണ്ട ലൈവിൽ ഞാൻ കണ്ടതാണ്. കാരണം 9 മണിക്ക് വരെ വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ കണ്ടതാണ്. അപ്പം അതിലെവിടെയും അനുമോള് ബിഗ് ബോസിൻ്റെ വിന്നറാകാൻ അർഹയല്ല എന്ന് എവിടെയും ഷാനവാസിക്ക പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ PR കൊണ്ട് മാത്രമാണ് ആൾ ജയിച്ചത് എന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പം നിലവിൽ പല യൂട്യൂബ് ചാനൽസും ഇത് പൊക്കി പിടിച്ച് വന്നിട്ട് ഷാനവാസ് അത് പറഞ്ഞു, ഷാനവാസ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏത് ചാനലാണ് ഇത് പറയുന്നത് എന്ന്. ഞാൻ ഇന്നലെ കണ്ടിരുന്നു ആ ചാനലിൻ്റെ ഇത്. അതായത് പറയുന്നതെന്ന് വെച്ചാൽ ഷാനവാസ് അങ്ങനെ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. അതായത് അനുമോൾക്ക് വിന്നർ ആവുന്നത് അർഹയല്ല, PR കൊണ്ടാണ് ആൾ ജയിച്ചത് എന്നൊക്കെ ഷാനവാസിക്ക ലൈവിൽ വന്ന് പറഞ്ഞു എന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുച്ഛമാണ് തോന്നിയത്. ഇങ്ങനെ പറഞ്ഞ് ഒരാളെ ഇങ്ങനെ പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്? ഒരാൾ പറയാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? ഷാനവാസിക്ക പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരു PR പോലും ഇല്ലാത്ത ഷാനവാസിക്ക ടോപ്പ് 3യിൽ വന്നതിൽ അഭിമാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആൾ സംസാരിച്ചത്. അല്ലാതെ അനുമോളുടെ കാര്യമോ അല്ലെങ്കിൽ PR കൊണ്ടാണോ അനുമോൾ ജയിച്ചെന്നോ ഒന്നും ഒരു വാക്ക് പോലും ഷാനവാസിക്ക അദ്ദേഹത്തെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് പുള്ളിക്കാരനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വ്യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ വേറെ എത്രയോ കാര്യങ്ങൾ പുറത്ത് നടക്കുന്നു, വേറെ എത്രയോ ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ എന്തിനാണ് പുള്ളിക്കാരനിപ്പം BB ഹൗസിലാണെങ്കിൽ തന്നെ പുറത്ത് ഡീഗ്രേഡിങ്? അതിനെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണോ ഈ ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ആ ഒരു വീഡിയോസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ലോ, ഒന്നും ചെയ്യാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? കാരണം ആ ലൈവ് എന്നിട്ട് ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഫുൾ വായിച്ചു. അതിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം പോയി ലൈവ് കാണും, ഷാനവാസിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഒരുപാട് പേര് വന്ന് ആ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആ പർട്ടിക്കുലർ വീഡിയോൻ്റെ അടി വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്താ പറയുക, ഒരു മൈൻഡും കാണിക്കുന്നില്ല. ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോഴും ഇതേ ഡീഗ്രേഡിങ്, പുറത്തിറങ്ങിയപ്പോഴും ഇതേ ഡീഗ്രേഡിങ്. എനിക്ക് മനസ്സിലായിടത്തോളം പുള്ളിക്കാരൻ അത്ര ആക്റ്റീവല്ല. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എതിർക്കുന്ന അത്ര ആക്റ്റീവല്ല. അത്ര ആക്റ്റീവ് ആയിരുന്നുവെങ്കിൽ എന്നേ ഷാനവാസിക്കയുടെ ഇൻസ്റ്റഗ്രാം ചാനലിൽ 1 മില്യൺ അടിച്ചേനെ. ബിക്കോസ് അത്രയ്ക്ക് ഫെയിമുള്ള ഒരാളായിരുന്നു. കുങ്കുമപ്പൂ എന്ന് പറയുന്ന സീരിയൽ, രുദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ. പക്ഷേ ആൾ അത്ര ആക്റ്റീവല്ല. അപ്പം നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. അല്ലാതെ പുള്ളിക്കാരൻ ഇത്ര ആക്റ്റീവായിട്ട്, അതായത് പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ കൂടി 58,000 അത്ര സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. അത്ര ആക്റ്റീവ് ആയിരുന്നുവെങ്കിൽ അതിലും കൂടിയേനെ സബ്സ്ക്രൈബേഴ്സ്. അതായത് പറയുന്നത്. അപ്പോൾ ആൾക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുക, കൊടുക്കേണ്ട സ്ഥലത്ത് റെസ്പെക്റ്റ് കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ വളച്ചൊടിച്ച് ആളെ ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം പല ആൾക്കാർക്കും ഈ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പല യൂട്യൂബ് ചാനൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ചാനൽസ് ഞാൻ കണ്ടിട്ടില്ല. ലെക്സ് ചാറ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. ആ ബ്രോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ബ്രോ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ലൈവിൽ എന്തോ ഷാനവാസിക്ക് മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നല്ല കൃത്യമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഐ റെസ്പെക്റ്റ് ഇറ്റ്. അങ്ങനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം കിട്ടിയാൽ പ്രത്യേകിച്ച് ഷാനവാസിക്കിനെ പറ്റി കിട്ടുമ്പോൾ ആൾക്കാർ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പുള്ളിക്കാരന് റെസ്പെക്റ്റ് കൊടുക്കുക. റെസ്പെക്റ്റ് നമ്മൾ എന്താ പറയുക, പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഞാൻ പറയുവാണ്, പുള്ളിക്കാരന് റെസ്പെക്റ്റ് കൊടുക്കുക. പുള്ളിക്കാരൻ അത്ര ആക്റ്റീവല്ല. ആക്റ്റീവ് ആയിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പണ്ടേ മില്യൺസ് ആൻഡ് മില്യൺസ് അടിച്ചേനെ ആൾ. അപ്പം ആൾക്കൊരു സ്പേസ് കൊടുക്കുക. അതേപോലെ തന്നെ കുറേ ഫേക്ക് അലിഗേഷൻസ്, ആൾ കള്ളു കുടിച്ചിറങ്ങി വന്നു എന്നൊക്കെ പറയുന്ന ഫേക്ക് അലിഗേഷൻസ്, ശരിക്കും പറഞ്ഞാൽ എന്ത് മണ്ടത്തരങ്ങളാണ് ആൾക്കാരിങ്ങനെ വിളിച്ച് ഫേക്ക് ന്യൂസ് ആയിട്ട് വരുത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഷാനവാസിനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രസൻസ്, ഒരു എന്താ പറയുക, ശരിക്കുമുള്ളൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഞാനിപ്പം ഈ ഇട്ടിരിക്കുന്ന പിക്ചേഴ്സ് പോലും എന്താ പറയുക, ബിഗ് ബോസിൽ നിന്ന് കാണുമ്പോൾ ഷാനവാസിക്കനെ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് പ്രസൻസ് ആണ് തോന്നുന്നത്. അതല്ലാതെ ഷാനവാസിക്ക് പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ഷാനവാസിക്കയുടെ PR ചാനലാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഷാനവാസിക്ക, അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതെ, എനിക്ക് ഷാനവാസിക്ക ഒരു 10-20 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യുന്നത്. എനിക്ക് വെറുതെ ആൾക്കാർ പറയാമല്ലോ, കാരണം അത് അവരുടെ ഇത്.
അവർ പറയുന്നവർ പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കാര്യമാണ്. ഞാൻ കണ്ടു ഇങ്ങനെ ഷാനവാസ് ഖാനെ പറ്റി വീണ്ടും ഡിഗ്രേഡിങ് നടക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം മാക്സിമം എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാവരുടെയും ലൈഫ് ബിഫോർ ബിഗ് ബോസ്, ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസും ഉണ്ട്. അപ്പം ആളിനെ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വളച്ചൊടിക്കാതിരിക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ പറയുക. അതിനൊണ്ടൊരു കുഴപ്പമില്ല. ആളുടെ തെറ്റുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് തന്നെ പറയും. ആൾക്ക് ശരിയാണെങ്കിൽ അതിന് ശരിയെന്നും പറയണം. അല്ലാതെ വെറുതെ വളച്ചൊടിച്ച് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് വെറുതെ യൂട്യൂബ് ചാനലിൽ കയറി വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. സോ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യുക. അതല്ല തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ പറയാം നിങ്ങൾക്ക്. പക്ഷേ ഇതേപോലെ വളച്ചൊടിച്ച് ഇങ്ങനത്തെ ക്യാപ്ഷൻസ് ഷാനവാസ് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുന്ന ക്യാപ്ഷനായിട്ട് ചെയ്യുന്നത് വളരെ മോശമാണ്. അപ്പം ഇനി ശ്രദ്ധിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് എന്തെങ്കിലും കാര്യം കിട്ടിയാൽ ഫുള്ളായിട്ട് കാണുക എന്താണെന്ന്, എന്നിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് വീഡിയോ ചെയ്യുക. കാരണം ഒരു ലൈവ് ഫുള്ളായിട്ട് കണ്ടൊരു വ്യക്തി എന്ന സ്ഥിതിക്ക് എനിക്കതേ പറയാനുള്ളൂ. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.